നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺവേർഷൻ ആണ്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺവേർഷനിൽ നമ്മളിവിടെ നോക്കുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് D ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള കൺവേർഷനാണ് ഇപ്പോൾ ഇവിടെ നോക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള ഒരു കൺവേർഷൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സെവറൽ സ്റ്റെപ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ്, നമുക്ക് 5 സ്റ്റെപ്പ് കവർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കൺവേർഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പും അതുപോലെ റിക്വയർഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പും ഏതാണ്, അതായത് നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് ഇനി ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നമുക്ക് തന്നിരിക്കുന്ന റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിളും എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബൂളിയൻ എക്സ്പ്രഷൻസ്, നമ്മൾ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, എഴുതേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ D ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഏതൊക്കെയാണ് എൻ്റെ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഏതാണ് എൻ്റെ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളത് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. എൻ്റെ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താ, എൻ്റെ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിള് ഫോം ചെയ്യാം. അപ്പം നമ്മൾ പ്രീവിയസ്ലി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഏതാ, ഇപ്പോൾ ഇവിടെ D ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്ഷൻ ടേബിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്ഷൻ ടേബിൾ നമ്മൾ ഫോം ചെയ്യണത് എങ്ങനെയാണ്, നമുക്ക് 2 ഇൻപുട്ടാണ്, QNഉം Dയും. QN എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റും നമ്മുടെ D എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടും എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നെക്സ്റ്റ് സ്റ്റേറ്റിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പം നമ്മളിവിടെ D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്ഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ടേബിൾ. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താ, അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഫോം ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മുടെ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ വി ഹാവ് ടു കൺസ്ട്രക്ട് എന്താ എക്സൈറ്റേഷൻ ടേബിൾ എന്ത് ചെയ്യുക, JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പം നമുക്കറിയാം എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് എന്താ, QNഉം QN+1 ആയിരിക്കും നമ്മുടെ ഇൻപുട്സ്. അത് വെച്ച് JKയുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ സ്റ്റെപ്പ് 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. ഈ എക്സൈറ്റേഷൻ ടേബിളിൻ്റെ ഒപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടും കൂടി എന്ത് ചെയ്യുക, ആഡ് ഓൺ ചെയ്ത് ടേബിളിനെ റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ടേബിൾ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് QND. അതായത് QN കോമൺ ആയതുകൊണ്ട് ഞാൻ QN രണ്ടിലെയും കോമൺ ആണ്. അപ്പോൾ സോ ഞാനൊരു QN എഴുതി. D ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിൻ്റെ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടേബിളിൻ്റെ ഇൻപുട്ട് വാല്യൂസ് ഞാൻ അവിടെ എഴുതി. അതാണ് ഫസ്റ്റ് 2 കോളംസ് ആയിട്ട് എഴുതിയിട്ട് അതൊരൊറ്റ കോളമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എന്താ, QN+1 ആണ്. അതെൻ്റെ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ QN+1 എഴുതി, അതും ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ QN+1ഉം എൻ്റെ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ QN+1 എന്തുവാ, ഈക്വൽ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് JK ഫ്ലിപ്പ് ഫ്ലോപ്പും എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻസ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ JK, ഇപ്പോൾ Jയുടെയും Kയുടെയും എന്ത് ചെയ്യുക, K മാപ്പ് കൺസ്ട്രക്ട് ചെയ്തു. ഞാനവിടെ Jയുടെയും Kയുടെയും ബൂളിയൻ എക്സ്പ്രഷൻസ് എഴുതി. അപ്പോൾ Jയുടെ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എന്ത് വരും, D എന്ന് വരും. Kയുടേത് D കോംപ്ലിമെൻ്റ് എന്നായിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. ഇനി അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതായിരുന്നു, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് D. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക. നമുക്ക് 2 ഇൻപുട്ടാണുള്ളത്, Jയും Kയും. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QNഉം QN ബാറും അല്ലെങ്കിൽ Q0യും Q1. അതാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ പറയുന്നത്.
ഇനി എന്ത് ചെയ്യുക, ജെയും കെയും 2 ഇൻപുട്ടാണ്. നമുക്ക് ആവശ്യം എന്തായിരുന്നു, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു ഞാൻ, നമ്മുടെ ജെയുടെ വാല്യൂ എന്താ, ജെ ഈക്വൽ ടു ഡി ആണ്. അപ്പോൾ ജെയിൽ നിന്ന് നേരെ ഒരു ലൈൻ സ്ട്രെയിറ്റ് വരച്ചു, അതാണ് നമ്മുടെ ഡി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഡി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ സോ ഞാൻ ഡിയുടെ കോംപ്ലിമെൻറ്റ് ഫോം എടുത്ത് കെയിലേക്ക് നോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തായിട്ട് മാറി, ഇപ്പം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ജെ കെനെ ചേഞ്ച് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കുന്നത്. ഇനി സെയിം മാനറിൽ തന്നെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഞാൻ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കുവാണ്. അപ്പോൾ സോ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരിക്കുന്ന സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണത്, ഫോം ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഏതൊക്കെയാണ് അവൈലബിൾ, റിക്വേർഡ് എന്നുള്ളത് എഴുതാം. നമ്മുടെ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എസ് ആർ ആണ്, റിക്വേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ജെ കെ ആണ്. ദെൻ ഗോയിങ് ടു ദി സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 റിക്വേർഡ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3 നമ്മുടെ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എസ് ആർ ആണ്, അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഫോം ചെയ്തിട്ട് നമ്മുടെ സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും തമ്മിൽ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്യുക. ദെൻ വി ഹാവ് ടു കൺസ്ട്രക്ട് ദി എന്താ ബൂളിയൻ എക്സ്പ്രഷൻ ബൈ യൂസിങ് ദി കെ മാപ്പ്. ഇപ്പോൾ കെ മാപ്പ് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ബൂളിയൻ എക്സ്പ്രഷൻസ് ഫോം ചെയ്തു. അപ്പോൾ എസിൻ്റെ എക്സ്പ്രഷനും ആറിൻ്റെ എക്സ്പ്രഷനും കിട്ടി. ദെൻ എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡ്രോ ചെയ്യുക. ദെൻ എസിൻ്റെ എക്സ്പ്രഷനിൽ എന്താ പറഞ്ഞേക്കണത്, ക്യു എൻ ബാർ ജെ ആണ്. അപ്പം എസിൽ നിന്ന് നമുക്ക് ക്യു എൻ ബാർ ജെ എന്ന് പറയുമ്പോൾ ക്യു എൻ ഇൻറ്റു ജെ ആണ്. അപ്പം ഇവിടെ ഡോട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് ദെൻ വി ഹാവ് ടു യൂസിങ് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ജെയുടെ ഒരു പോയിന്റ് വരയ്ക്കുക. അടുത്ത പിന്നിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ക്യു എൻ ബാറിലേക്ക് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, ആറിൽ കണക്ട് ചെയ്യുക. 6 എന്ന് പറയുന്നത് ക്യു എൻ കെ ആണ്. അപ്പം വീണ്ടും എഗെയിൻ ഒരു ആൻഡ് ഗേറ്റ് കണക്ട് ചെയ്യുക, 6ആയിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആൻഡ് ഗേറ്റിൻ്റെ ഒരു പിന്ന് കെ ആയിട്ടും നെക്സ്റ്റ് പിന്ന് നമ്മൾ എവിടത്തേക്കാണ് പോകേണ്ടത്, ക്യു എൻ ആയിട്ടും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അപ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമ്മൾ ക്ലോക്ക് പൾസ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, ഓൾറെഡി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പാക്കിയാണ് മാറ്റുന്നത്. അപ്പോൾ സോ എഗെയിൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെപ്സ് നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 അവൈലബിൾ ആയിട്ടുള്ളത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, റിക്വയർഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ദെൻ വി ഹാവ് ടു കൺസ്ട്രക്ട് ദി എൻ്റെ റിക്വേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്മൾ ക്യാരക്ടറൈസേഷൻ ടേബിൾ എഴുതുക. ദെൻ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുക. ദെൻ എന്താ, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടേബിളിന് എന്താ സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും കൂടി കമ്പൈൻഡ് ആക്കി ടേബിൾ എന്ത് ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക. സ്റ്റെപ്പ് 4 നമ്മുടെ എസിൻ്റെയും ആറിൻ്റെയും എന്ത് ചെയ്യുക, ബൂളിയൻ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. ദെൻ സെയിം ജെ കെ നമ്മൾ പ്ലോട്ട് ചെയ്ത സെയിം മാനറിൽ തന്നെ എന്ത് ചെയ്യുക, ടി വാല്യൂസിനെയും പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, എസ് ആറിനെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് നമ്മളിനി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ദെൻ ചേഞ്ച് ചെയ്യേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറൈസേഷൻ ടേബിൾ എഴുതുക. ദെൻ എന്താ ചെയ്യുക, അതിൻ്റെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതി സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും കമ്പൈൻ ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ യു കെ മാപ്പ് യൂസ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 5 നമ്മൾ എന്ത് ചെയ്യണം, ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എക്സോർ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഡി എക്സോർ ക്യു എൻ ആണ്. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സോർ ഗേറ്റ് വരച്ച് അതിലൊരു പിന്ന് ഡി ആയിട്ടും നെക്സ്റ്റ് പിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ക്യു എന്നിലേക്കും എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൺവേർഷൻ ചെയ്യുന്നത്. അപ്പം ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 സ്റ്റെപ്പ് കവർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ചേഞ്ചസ് കാണിക്കാനായിട്ട്.